അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രാവിലെ പാടന്തറ മർക്കസിലേക്കൊരു യാത്ര തിരിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് സുഹൃത്ത് മുജീബുമൊത്ത് ഞങ്ങൾ പാടന്തറയിലേക്ക് പോവുകയും അൽഹംദുലില്ലാഹ് വഴിവക്കിൽ വെച്ചുകൊണ്ട് ചുരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനവറുകളെ സിയാറത്ത് ചെയ്യുകയും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തേയിലത്തോട്ടങ്ങളെ വകഞ്ഞു മാറ്റി ഏകദേശം ഒരു 11 മണിയോടുകൂടെ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ സന്തോഷത്തോടുകൂടെ കാണുകയും ജുമുഅക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നടന്ന പള്ളി ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുകയും ജുമുഅക്ക് ശേഷം വന്യരായ ദേവൂർ ഷോല ഉസ്താദിൻ്റെ നല്ല ഒരു പ്രഭാഷണം കേൾക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരത്തോടുകൂടെ ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ആ മഹത്തായ ഉദ്യമത്തിന് സാക്ഷ്യം വഹിക്കാനിരിക്കുന്ന പാടന്തറ മർക്കസിൻ്റെ എല്ലാ നേട്ടങ്ങളിലും എല്ലാ സുഹൃത്തുക്കളുടെയും കയ്യൊപ്പുകൾ ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്യരായ ദേവൂർ ഷോല ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഇസ്സത്തുണ്ടാകുന്ന രൂപത്തിൽ അവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന പ്രവർത്തനം ഏകദേശം 850ഓളം വരുന്ന വധൂവരന്മാർക്ക് ദാമ്പത്യ വല്ലറയിലേക്ക് പാദമൂന്നാൻ കളമൊരുക്കി കൊടുക്കുകയാണ് നേരായ ദേവൂർ ഷോല ഉസ്താദ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2026 850 പരം വധൂവരന്മാരാണ് അവിടെ മംഗല്യത്തിന് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിൻ്റെ വളരെ സുന്ദരമായിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് തേയിലത്തോട്ടങ്ങൾ വകഞ്ഞു മാറ്റി ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി